ഹരി ഓം. എല്ലാ നാരായണന്മാർക്കും വിശ്വഗുരുഗീത 2ാം പാഠത്തിലേക്ക് സ്വാഗതം. ഇന്നലെയാണ് നമ്മൾ ഈ പുതിയ സെഗ്മെന്റ് തുടങ്ങിയത്. അത് നമുക്ക് നമ്മുടെ എല്ലാം പിതാവായ നാരായണനെയും മാതാവായ ഭൂമിദേവിയും വന്ദിക്കാം. ഓം നാരായണായ നമ. ഓം വസുന്ധരായ നമഃ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭഗവാനെ കുറിച്ച് തന്നെയാണ്. പ്രപഞ്ചത്തിന്റെ ഏകദൈവമാണ് നാരായണൻ. പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണ് നാരായണൻ. അതുകൊണ്ട് ഭഗവാനെ നമ്മൾ ജഗന്നാഥൻ എന്ന് വിളിക്കുന്നു, ജഗദീശ്വരൻ എന്ന് വിളിക്കുന്നു. എന്നെയും നിങ്ങളെയും സർവ്വചരാചരങ്ങളെയും ഏകകോശത്തിൽ നിന്ന് സൃഷ്ടിച്ച മഹാശക്തിയാണ് നാരായണൻ, ജഗന്നാഥൻ. ഭഗവാൻ എല്ലാവരിലും ഒരുപോലെ വസിക്കുന്നു. ഈ പ്രപഞ്ചത്തില് ഭഗവാൻ 2 തരം വസ്തുക്കളെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഒന്ന് ദ്രവ്യം, 2 ദൈവം. ദ്രവ്യം എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത വസ്തുക്കളാണ്. എന്ന് പറഞ്ഞാല് ആകാശം, ഭൂമി, അഗ്നി, വായു, ജലം. ഈ പഞ്ചഭൂതങ്ങൾ 5മാണ് ദ്രവ്യങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത ദൈവമാണ്. ദൈവം എന്ന് പറഞ്ഞാൽ ജീവനുള്ള സകല വസ്തുക്കളും ദൈവങ്ങളാണ്. അതായത് അമീബ തൊട്ട് ആന വരെ. ഏകകോശ ജീവിയാണ് അമീബ. അതുതൊട്ട് ബഹുകോശ ജീവിയായ ഏറ്റവും വലിയ ജീവിയായ ആനയും തിമിംഗലം വരെ ദൈവങ്ങളിൽ പെടുന്നു. അതായത് ജീവനുള്ളവ സകലതും ദൈവങ്ങളാണ്. ഇത് മനസ്സിലാക്കിയിരുന്ന സനാതനികൾ അല്ലെങ്കിൽ സനാതന ധർമ്മത്തില് ജീവനുള്ളവയൊക്കെ ആരാധിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നും ആരാധിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് വൃക്ഷങ്ങളെയും നാഗങ്ങളെ, അതായത് പാമ്പുകളെയൊക്കെ ഇന്നും ആരാധിക്കുന്നുണ്ട്. പിന്നെ പല രൂപത്തിലും ഈ ദൈവങ്ങളെ ആരാധിക്കുന്നു. കൂടാതെ 33 കോടി ദൈവങ്ങളുണ്ടെന്ന് പറഞ്ഞ് മനുഷ്യൻ ആരാധിക്കുന്നു. അപ്പൊ സകല മനുഷ്യരും സകല ജീവജാലങ്ങളും ദൈവങ്ങളാണ്. പക്ഷെ മഹാദൈവം എന്ന് പറഞ്ഞാൽ ഈ ദൈവങ്ങളുടെ ഒക്കെ മേളിലാണ് മഹാദൈവമായ അല്ലെങ്കിൽ സുപ്രീം ദൈവമായ നാരായണൻ. എല്ലാ ദൈവങ്ങളെയും എല്ലാ ദ്രവ്യങ്ങളെയും സൃഷ്ടിച്ച മഹാശക്തിയാണ് നാരായണൻ. ഭഗവാൻ എല്ലാവരിലും ഉണ്ട്. ഇനി ഒരു കാര്യം കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. നമ്മൾ ഭഗവാനെ പല പേരുകളിൽ വിളിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് മിശിഹ, യഹോവ, മഹാവിഷ്ണു, മഹാദേവൻ, അള്ളാഹു. ഇതിലെല്ലാം ശ്രദ്ധിച്ചാൽ നമുക്ക് ഹ എന്നൊരു അക്ഷരം കാണാം. ഈ ഹ എന്ന് പറഞ്ഞാൽ ഹരി എന്നാണ് അർത്ഥം. ഹരി എന്ന് പറഞ്ഞാൽ നാരായണൻ. അപ്പൊ നാരായണനില്ലാതെ ഒരു വസ്തുവുമില്ല, ഒരു ദൈവവുമില്ല, ഒന്നുമില്ല, ഒരു ആറ്റവുമില്ല, ഒരു തന്മാത്രയുമില്ല, ഒരു കോശവുമില്ല. സകല ചരാചരത്തിലും ഭഗവാൻ ഇരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഭഗവാനെ മണ്ണിലും വെണ്ണിലും തൂണിലും തുരുമ്പിലും നാരായണൻ ഉണ്ടെന്ന് പറയുന്നത്. നന്ദി, നമസ്കാരം.